ഹലോ. പിന്നെ നമ്മൾ കുറേ കാലമായില്ലേ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗ് ആക്കിയാലോ? ഇന്ന് എനിക്ക് പെരിന്തൽമണ്ണ പോകേണ്ട ആവശ്യമുണ്ട്. ആവശ്യത്തിനല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ആവശ്യത്തിനാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അങ്ങനെ ഇതാ കറക്റ്റ് സമയമായപ്പോൾ ഓള് വന്നിട്ടോ. ഓള് വന്നപ്പോൾ ഞാൻ നൈലുവിനെ കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് ഉറക്കിയിരുന്നു. നൈലുവിനെ നമ്മൾ കൊണ്ടുപോകണില്ല, കാരണം നമ്മൾ പോണത് ബസ്സിനാണ്. ഒന്നാമത് മഴ ആയതുകൊണ്ടാണ് നൈലുവിനെ കൊണ്ടുപോകാത്തത്. ഓളെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഓളാണെങ്കിലോ ഒന്ന് നേരത്തെ എണീറ്റ് ഒരു 10-11 മണിയായപ്പോഴത്തേനോക്ക് ഉറക്കം വന്നുകാണ്ട് ആകെ സീനായിരുന്നു. അപ്പം എന്നാൽ ഉറക്കികളായി മഴയത്തോളെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓളെ ഉറക്കിക്കാണ്ട് പോവുകയാണ് ഗൈസ്. നമ്മളെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിക്ക് കുറച്ച് നീളം നടക്കാണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. ഇവിടുന്ന് നമുക്ക് വല്ല ഓട്ടോയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ കാളികാവ് സ്റ്റാൻഡ് വരെ ഇനി ഓട്ടോയിൽ പോകണം. അവിടുന്ന് നമ്മൾ പെരിന്തൽമണ്ണ ബസ് കയറുകയാണ് ചെയ്യുക. നേരിട്ട് പെരിന്തൽമണ്ണ ബസ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ എത്തി ഗൈസ്. ഇനി ഇവിടുന്ന് നമുക്ക് പെരിന്തൽമണ്ണ ബസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ നമുക്ക് പെരിന്തൽമണ്ണ ബസ് കിട്ടിയില്ല ഗൈസ്. നമ്മൾ വണ്ടൂർ ബസ്സിന് കയറിയിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ലേസൊക്കെ വാങ്ങിച്ചിരുന്നു ഗൈസ്. അങ്ങനെ ഇനി നമ്മൾ വണ്ടൂരെത്തി. വണ്ടൂരിൽ നിന്ന് നമ്മൾ പെരിന്തൽമണ്ണ ബസ്സിന് കയറണം ഗൈസ്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും ഒരു ബസ് കയറിയാണ്ട് പോകണം ഓളെ കോളേജിലെത്തണമെങ്കിൽ. നമ്മൾ മങ്കട ബസ്സാണ് കയറിയത്. പോണ റൂട്ടിലാണ് ഓളെ കോളേജ്. അപ്പം നമ്മൾ ബൈക്ക് ഇറങ്ങിയിട്ട് കോളേജിൽ കയറും ഗൈസ്. അങ്ങനെ നമ്മൾ ഓളെ കോളേജിലെത്തി ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് ഓളെ മിസ്സിനെ കണ്ടിട്ട് ബുക്ക് മേടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഓള് ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാണ്. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെ അടുത്തുകൊണ്ട് തന്നെ ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി മിസ്സിനെ കണ്ട് മിസ് ബുക്ക് എടുത്ത് തന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഇത്ര പരിപാടിയുള്ളൂ ഗൈസ്. ഗൈസ് കോളേജിൽ നിന്ന് ബുക്കൊക്കെ വാങ്ങി പോകുന്നു ഗൈസ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും ബസ് കയറാണ് ഗൈസ്. ബസ് ഉണ്ടാവും അപ്പോൾ ജുമാൻ്റെ നേരത്ത് അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ കയറി. ബസ്സിൽ ഭയങ്കര തിരക്കിന്ന്, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി. നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് T&Tയിലാണ് ഗൈസ്. ഇവരെ ഷവായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ വന്നത് വെള്ളിയാഴ്ച ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം ഇവിടെ എപ്പോൾ വരുമ്പോൾ നല്ല തിരക്കുണ്ടാവലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പോവല്. അപ്പം പക്ഷെ വെള്ളിയാഴ്ച ജുമായിരുന്ന് എല്ലാവരും ഇങ്ങോട്ട് വണ്ടിയിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഏതായാലും ഞങ്ങളൊരു ഹാഫ് ഷവായും ഒരു ക്വാർട്ടർ റൈസും ആണ് അവിടുന്ന് ഓർഡർ ചെയ്തത്. ഇവരെ ഈ പച്ചമാങ്ങ സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നസീല ഇവിടെ ആദ്യമായിട്ട് വരികയാണെന്ന് പറഞ്ഞു. നോക്കും നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ബില്ല് അടക്കാൻ വേണ്ടി ഇനി താഴെ പോയി ബില്ലൊക്കെ അടച്ച് നമ്മൾ തിരിച്ച് പോരുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് വല്ല ഓട്ടോയും കിട്ടുമോ നോക്കണം. തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോകണം നമുക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് നമുക്ക് വണ്ടൂർ ബസ്സിന് കയറണം. അങ്ങനെ നമ്മൾ വണ്ടൂർ നിലമ്പൂർ ബസ്സിന് കയറി ഗൈസ്. കുറേ നേരമൊന്നും ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടൂരിലെത്തി ഗൈസ്. ഇനിയിപ്പോൾ അർജൻറ്റിൽ എവിടുക്കാൻ നടന്ന് പോകണമെന്നല്ലേ. ഞങ്ങൾ ശരിക്കും ഒരു മണ്ടത്തരം ചെയ്തു. ഞങ്ങൾ വണ്ടൂർ നിലമ്പൂർ ബസ്സിനാണ് കയറിയിരുന്നത് പെരിന്തൽമണ്ണെന്ന്. എന്നിട്ട് വണ്ടൂരിലെത്തിങ്ങാണ്ട് ഞങ്ങൾ ഇറങ്ങിയത് മണൽ സ്റ്റാൻഡുമ്മേണ്. ഞങ്ങൾക്ക് ശരിക്കും കാളിയൊക്കെ പോകേണ്ടത്. അപ്പം ഞങ്ങൾക്ക് കാളിയോ സ്റ്റാൻഡുമ്മ തന്നെ ഇറങ്ങായിരുന്നു. ഞങ്ങൾ പൊട്ടത്തരം ചെയ്തുങ്ങാണ്ട് മണൽ സ്റ്റാൻഡുമ്മ ഇറങ്ങി. ഞങ്ങളിപ്പോൾ മണൽ സ്റ്റാൻഡുമ്മന്ന് കാളിയോ സ്റ്റാൻഡിലേക്ക് നടന്നു പോണ കാഴ്ച നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആടാളങ്ങാടി കൂടെ എടുക്കണ മാതിരി അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ അവിടുന്ന് മാളിയേക്ക ബസ്സിന് കയറി. ഓൾ അവിടുന്ന് കാളിയ ബസ്സിന് കയറി പള്ളിശ്ശേരി ചെന്നിറങ്ങും. ഞാൻ മാളിയേക്ക ബസ്സിന് കയറി. ഇനി
അമ്മായിക്ക് പഠിക്കാൻ വന്ന് കണ്ട് ഇറങ്ങും. അവിടുന്ന് പിന്നെ രണ്ടാൾക്കും കുറച്ച് വീട്ടിലേക്ക് കുറഞ്ഞ ദൂരമുള്ളൂ നടക്കാൻ. ഓൾക്ക് പള്ളിശ്ശേരിയിൽ നിന്ന് ഓളെ വീട്ടിൽ കുറച്ച് ദൂരമുള്ളൂ നടക്കാൻ. എനിക്ക് അമ്മായി പഠിക്കുന്ന എനിക്കും കുറച്ച് ദൂരം നടക്കാണ്ട് വീട്ടിലേക്ക്. സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങാൻ നേരത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പ്രതീക്ഷിച്ച് കുട കയ്യിലൊക്കെ പിടിച്ചിരുന്നു. വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.